അടുത്ത സൈക്കാട്രിക് എമർജൻസിയാണ് വയലൻ്റ് അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, എന്താണെന്ന് നോക്കാമല്ലോ നമുക്ക്. പേഷ്യൻ്റ് വിൽ ബി ഇറേഷണൽ, അൺകോപ്പറേറ്റീവ്, ഡെല്യൂഷണൽ അല്ലെങ്കിൽ അസോൾട്ടീവ്. അതായത് ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ചിന്ത, അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യാത്തത്, ഡെല്യൂഷൻ അല്ലെങ്കിൽ അസോൾട്ട്, ഭയങ്കര നമ്മുടെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വരുന്ന പോലെ അക്രമകരമായിട്ടുള്ളത്. അടുത്തത് എത്തിയോളജിയാണ്. ഫസ്റ്റ് വൺ ഈസ് ഓർഗാനിക് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡെലീരിയം, ഡിമെൻഷ്യ, വെർണിക്കെ, കോഴ്സാക്കോഫ്സ് സൈക്കോസിസ് ആണ്. ഇത് നമ്മൾ ഇന്നലെ ആൽക്കഹോളിൻ്റെ ചാപ്റ്ററിൽ നോക്കിയില്ലേ. പിന്നെ അതർ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ആണ് ലൈക്ക് ഷിസോഫ്രീനിയ, മേനിയ, അജിറ്റേറ്റഡ് ഡിപ്രഷൻ, വിഡ്രോവൽ ഫ്രം ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്, എപ്പിലെപ്സി, അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ, പാനിക് ഡിസോർഡേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇന്ന് ഓരോന്നായിട്ട് വേണ്ടല്ലോ, നമ്മൾ ഓരോ ചാപ്റ്ററിൽ നോക്കുന്നതല്ലേ. ഇനി അടുത്തത് മാനേജ്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന ടൈമിൽ കൈയൊക്കെ കെട്ടി ചെയ്യേണ്ടായിരിക്കും. അപ്പോഴും ഫസ്റ്റ് തന്നെ ഈ ഒരു ചെയിൻ റിമൂവ് ആകും. കാരണം ഈ പേഷ്യൻറ്റ് ഭയങ്കര ഹ്യൂമിലിയേറ്റഡ് ഫീൽ ചെയ്യുമ്പോഴും ഭയങ്കര അഗ്രസീവ് വയലൻറ്റ് ബിഹേവിയർ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ചെയിനൊന്ന് മാറ്റുമ്പോഴും ഇച്ചിരി കാമാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പേഷ്യൻ്റെ കൂടെ സംസാരിക്കുക, ഫേം കൈൻഡ് അപ്രോച്ച് കാണിക്കുക പേഷ്യൻ്റെ അടുത്ത്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ സെഡേഷൻ കൊടുക്കണം. ഡയസിപ്പാം 10 to 20 mg, ഹലോപെരിഡോൾ 10 to 20 mg, ക്ലോപ്രമാസിൻ 50 to 100 mg IM ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പേഷ്യൻ്റ് ഒരിക്കൽ സെഡേറ്റഡ് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ പേഷ്യൻ്റെ ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് വല്ല ഹിസ്റ്ററി ഓഫ് കൺവേർഷൻസ് ഉണ്ടോ, ഫീവർ ഉണ്ടോ, റീസെൻ്റ് ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ ഉണ്ടായിട്ടുണ്ടോ, ഫ്ലക്ച്വേഷൻസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. പിന്നെ ബ്ലഡ് സ്പെസിമെൻ സെൻഡ് ചെയ്യുക ലാബിലോട്ട്, ഹീമോഗ്ലോബിനും നമ്മുടെ ടോട്ടൽ സെൽ കൗണ്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എവിഡൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ വല്ലതും ഉണ്ടോ, മാൽന്യൂട്രീഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ IV ഡ്രിപ്പ് കൊടുക്കുക. പിന്നെ നമ്മുടെ റൂമിലെ ഫർണിച്ചേഴ്സൊക്കെ കുറച്ച് വെക്കുക. എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്ത് വെക്കുക. പിന്നെ ഷാർപ്പ് ഒബ്ജക്റ്റ്, ഹസാർഡസ് ഒബ്ജക്റ്റ്, റോപ്പ്, ഗ്ലാസ് ഐറ്റംസ്, ടൈസ്, സ്ട്രിങ്സ് ഒക്കെ മാറ്റി വെക്കുക. മാച്ച് ബോക്സ് ഒക്കെ മാറ്റി വെക്കുക. എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൽ ലോ ആയിട്ട് വെക്കുക. പിന്നെ റൂമിലെ ഹസാർഡസ് ഒബ്ജക്റ്റും സബ്സ്റ്റൻസും ഒക്കെ മാറ്റി വെക്കുക. പിന്നെ സ്റ്റേ വിത്ത് ദി പേഷ്യൻ്റ് ആസ് ഹൈപ്പർ ആക്ടിവിറ്റി ഇൻക്രീസസ്. ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്ന ടൈമിൽ പേഷ്യൻ്റെ കൂടെ നിൽക്കുക. പിന്നെ പേഷ്യൻ്റെ ഈ വയലൻറ്റ് ബിഹേവിയർ റീഡയറക്റ്റ് ചെയ്തിട്ട് മറ്റൊരു എക്സസൈസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യിക്കുക. പിന്നെ പേഷ്യൻ്റെ അഗ്രസീവ് ഫീലിംഗ് ഒക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ടോക്ക് ഔട്ട് ടു എൻകറേജ് ചെയ്യുക. പേഷ്യൻ്റ് ശാന്തമാകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ മെഡിസിൻ ഒന്നും എടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലോ പേഷ്യൻറ്റിനെ റെജിസ്ട്രെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ റെജിസ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു 15 മിനിറ്റ് കൂടുമ്പോഴൊന്ന് പോയി നോക്കുക. പേഷ്യൻ്റ് ന്യൂട്രീഷണൽ നീഡും എലിമിനേഷൻ നീഡും ഒക്കെ മെറ്റാവുന്നുണ്ട്. പേഷ്യൻറ്റിന് സൈനോസിസ് ഒന്നും ഇല്ല എക്സ്ട്രിമിറ്റീസിൽ. അതായത് കിട്ടുന്ന ടൈമിൽ കുറച്ചുകൂടി ടൈറ്റ് ആണെങ്കിൽ സൈനോസിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ലൂസും ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്, കാരണം ഇല്ലെങ്കിൽ സ്കിൻ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകും. പിന്നെ ഗൈഡ് ലൈൻസ് ഓഫ് സെൽഫ് പ്രൊട്ടക്ഷൻ, അതായത് ഈ ഒരു ഹെൽത്ത് കെയർ വർക്കറിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്. പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ, ഈ ഒരു വയലൻറ്റ് പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതിരിക്കുക. പിന്നെ പേഷ്യൻ്റെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോഴൊരു 1 arm ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും. അതായത് പേഷ്യൻ്റെ കൈവീശിയാലും മുത്തിക്ക് കൊള്ളാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഈ റൂമിൽ നിന്ന്, പേഷ്യൻ്റുള്ള റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ നോക്കി വെക്കണം. പിന്നെ ഏത് സമയം അവിടെ നിന്ന് പിൻവലിയാനുള്ള ഒരു വഴിയൊക്കെ നമ്മൾ നോക്കി വെക്കണം, ഇല്ലെങ്കിൽ കിട്ടുന്ന തല്ല് വാങ്ങേണ്ടി വരും. പിന്നെ മെയിൻറ്റെയിൻ എ ക്ലിയർ എക്സിറ്റ് റൂട്ട് ഫോർ ബോത്ത് ദി സ്റ്റാഫ് ആൻഡ് പേഷ്യൻ്റ്. ഒരു എക്സിറ്റ് റൂട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ബി ഷുവർ ദാറ്റ് ദി പേഷ്യൻ്റ് ഹാസ് നോ വെപ്പൺസ്. പേഷ്യൻ്റെ കയ്യിൽ വെപ്പണൊന്നും ഇല്ലയെന്ന് എഷ്യൂർ ചെയ്യുക. പിന്നെ ഇഫ് പേഷ്യൻ്റ് ഈസ് ഹാവിങ് എ വെപ്പൺ ആസ്ക് ഹിം ടു കീപ്പ് ഇറ്റ് ഓൺ ദി ടേബിൾ ഓർ ഫ്ലോർ അതർ ദാൻ ഫൈറ്റിംഗ് വിത്ത് ഹിം ടു ടേക്ക് ഇറ്റ് അവേ. അതായത് പേഷ്യൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും വെപ്പൺ ഉണ്ടെങ്കിൽ പേഷ്യൻ്റോട് നിലത്തോ ടേബിളിലോ വെക്കാൻ പറയുക, അല്ലാതെ ഫൈറ്റ് ചെയ്യാൻ പോകരുത്, കാരണം പണി പാളും. പിന്നെ കീപ് സംതിങ് ലൈക്ക് പില്ലോ, മാട്രസസ് ഓർ ബ്ലാങ്കറ്റ് റാപ്ഡ് അറൗണ്ട് ദി ആം ബിറ്റ്വീൻ യു ആൻഡ് ദി വെപ്പൺ. അതായത് ഇപ്പോഴെന്തെങ്കിലും വെപ്പൺ കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ പില്ലോസൊക്കെ വെച്ച് കെട്ടിയിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ കുത്തിയല്ല അങ്ങ് വരഞ്ഞു പോകും കേട്ടോ. പിന്നെ ഡിസ്ട്രാക്ട് ദി പേഷ്യൻറ്റ് മൊമെൻ്ററിലി ടു റിമൂവ് ദി വെപ്പൺ. അതായത് പേഷ്യൻ്റ് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വെപ്പൺ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പണി കിട്ടും. ഓക്കെ, ദെൻ ഗിവ് പ്രിസ്ക്രൈബ്ഡ് ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് നൽകുക. പിന്നെ വരുന്നതാണ് പാനിക് അറ്റാക്സ്. ഓക്കെ, നമ്മളിത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ആൻസൈറ്റിൻ്റെ ടൈമിൽ. എപ്പിസോഡ്സ് ഓഫ് അക്യൂട്ട് ആൻസൈറ്റി ആൻഡ് പാനിക് ക്യാൻ ഒക്കർ ആസ് എ പാർട്ട് ഓഫ് സൈക്കോട്ടിക് ഓർ ന്യൂറോട്ടിക് ഇൽനെസ്. സൈക്കോട്ടിക് അല്ലെങ്കിൽ ന്യൂറോട്ടിക് ഇൽനെസ്സിൻ്റെ ഭാഗമായിട്ട് പാനിക് അറ്റാക്സ് വന്നേക്കാം, ആൻസൈറ്റിയും പാനിക്കും ഒക്കെ വന്നിട്ട്. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പാൽപിറ്റേഷൻ, സ്വെറ്റിങ്, ട്രെമേഴ്സ്, ഫീലിംഗ് ഓഫ് ചോക്കിങ്, ചെസ്റ്റ് പെയിൻ, നോസിയ, അബ്ഡോമിനൽ ഡിസ്ട്രെസ്, ഫിയർ ഓഫ് ഡൈയിങ്, മരണത്തോടുള്ള പേടി, പാരസ്റ്റേഷ്യ, ചിൽസോ, ഹോട്ട് ഫ്ലഷസ് ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെ മാനേജ്മെൻറ്റാണ് ഗീവ് റീഅഷുറൻസ് ഫസ്റ്റ്. അതായത് റീഅഷുറൻസ് കൊടുക്കുക, അതായത് സേഫാണ്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് സമാധാനിപ്പിക്കുക.
സെർച്ച് ഫോർ കോസസ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കുക. പിന്നെ ഡയസിപ്പം 10 mg, ലോസിപ്പം 2 mg മേ ബി അഡ്മിനിസ്ട്രേഡ്. നമ്മുടെ അടുത്തത് കാറ്റട്രോണിക് സ്റ്റൂപ്പറാണ്. ഇത് നമ്മൾ നേരത്തെ നോക്കിയ സാധനമാണ്, എന്നാലും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സ്റ്റൂപ്പർ ഈസ് എ ക്ലിനിക്കൽ സിൻഡ്രോം ഓഫ് അക്കിനസിസ് ആൻഡ് മ്യൂട്ടിസം. അതായത് ഈ ഒരു അക്കിനസിസിൻ്റെയും മ്യൂട്ടിസത്തിൻ്റെയും കോമ്പിനേഷൻ പോലെ, വിത്ത് റിലേറ്റീവ് പ്രിസർവേഷൻ ഓഫ് കോൺഷ്യസ് അവയർനെസ്. അതായത് കോൺഷ്യസ് അവയർനെസ് പ്രിസർവ്ഡ് ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഒരു സയൻസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മ്യൂട്ടിസം, നെഗറ്റിവിസം, സ്റ്റൂപ്പ്, ആംബിടെൻഡൻസി, എക്കോലൈലി, എക്കോപ്രാക്സിയ, ഓട്ടോണോമിക് ഒബീഡിയൻസ്, പോസ്റ്ററിങ്, മാനോയിസം, സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ഉണ്ടാകും. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് എയർവേ എൻഷുർ ചെയ്യുക, അഡ്മിനിസ്റ്റർ IV ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യുക, ഹിസ്റ്ററി ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ കളക്ട് ചെയ്യുക, പിന്നെ ബ്ലഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ അൺകോൺഷ്യസ് പേഷ്യൻ്റെ കെയർ എന്താണോ അത് കൊടുക്കും. ഇനി ഹിസ്റ്റോറിക്കൽ അറ്റാക്സ് ആണ് കേട്ടോ. ഇതിൽ പേഷ്യൻ്റ് മിമിക് അബ്നോർമാലിറ്റി ഓഫ് എനി ഫംഗ്ഷൻ അണ്ടർ വോളണ്ടറി കൺട്രോൾ. വോളണ്ടറി കൺട്രോളിലുള്ള ഏതൊരു ഫംഗ്ഷൻ്റെയും അബ്നോർമാലിറ്റി ഈ പേഷ്യൻ്റ് മിമിക് ചെയ്യും. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ ഫിറ്റ്സ്, ഹിസ്റ്റോറിക്കൽ അറ്റാക്സിയ, ഹിസ്റ്റോറിക്കൽ പാരപ്ലീജിയ. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ആദ്യം തന്നെ ഹിസ്റ്റോറിക്കൽ ഫിറ്റ്സും നോർമൽ ഫിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം, എന്നിട്ട് ഏതാണ് ശരിക്കും ഐഡൻറ്റിഫൈ. പിന്നെ അടുത്തത് റിലേറ്റീവ്സ് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴേ ഇത് റിലേറ്റീവ്സിന് ഇത് സൈക്കോളജിക്കൽ ആണ്, എന്നിട്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല, പേഷ്യൻറ്റിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാം ചെയ്യും. പേഷ്യൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം അവർക്ക്. പിന്നെ ഹെൽത്ത് പേഷ്യൻ്റ് റിയലൈസ് ദി റിയൽ മീനിങ് ഓഫ് ദി സിംപ്റ്റംസ്. ഈ സിംപ്റ്റംസ് ഒക്കെ എന്തുകൊണ്ടാണ്, പിന്നെ ഈ സ്ട്രെസ്സ് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ എങ്ങനെയാണ് കോപ്പ് അപ്പ് ചെയ്യുക എന്നുള്ള മറ്റ് വേകളെ ഒന്നൊക്കെ പറഞ്ഞു കൊടുക്കണം പേഷ്യൻറ്റിന്. പിന്നെ സജസ്റ്റഡ് തെറാപ്പിയാണ് IV പെൻറ്റോ. അടുത്തത് ട്രാൻസിയന്റ് സിറ്റുവേഷണൽ ഡിസ്റ്റർബൻസസ് ആണ്. ഇതിന് കാരണം എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ടാക്കുന്ന ഫീലിങ്സിലും ബിഹേവിയറിലും ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മാനേജ്മെൻ്റ് ആണ് റീഅഷ്വറൻസ്, അതായത് പേഷ്യൻ്റ് സേഫ് ആണ്, റീഅഷ്വർ ചെയ്യുക, കുഴപ്പമില്ല എന്നൊക്കെ. മൈൽഡ് സെഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ മൈൽഡ് സെഡേഷൻ കൊടുക്കാം. പിന്നെ വെന്റിലേറ്റ് ഹിസ് ഓർ ഹർ ഫീലിംഗ്, അതായത് പേഷ്യൻറ്റിനോട് സംസാരിക്കാൻ പോയ അവരുടെ ഫീലിങ്സ്. പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക. ഇനി അടുത്തതാണ് ഡെലീരിയം ട്രെമൻസ്. ഡെലീരിയം ട്രെമൻസ് ഇസ് ആൻ അക്യൂട്ട് കണ്ടീഷൻ റിസൾട്ടിങ് ഫ്രം വിഡ്രോവൽ ഓഫ് ആൽക്കഹോൾ. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് മാത്രം നോക്കാം. കീപ് ദി പേഷ്യൻ്റ് ഇൻ എ ക്വയറ്റ് ആൻഡ് സേഫ് എൻവയോൺമെൻറ്റിൽ വെക്കുക. പിന്നെ സെഡേഷൻ ഈസ് യൂഷ്വലി ഗിവൺ വിത്ത് ഡയസിപ്പം 10 mg ഓർ ലോസിപ്പം 4 mg IV ഫോളോഡ് ബൈ എൻ ഓറൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, പിന്നെ റിഅഷ്വർ ദി പേഷ്യൻ്റ്. ഒക്കെ ഇതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എപ്പിലെപ്റ്റിക് ഫ്യൂർ ആണ് കേട്ടോ ഇതിൻ്റെ പൊന്നു. ഫോളോവിങ് എപ്പിലെപ്റ്റിക് അറ്റാക്ക് പേഷ്യൻ്റ് മേ ബിഹേവ് ഇൻ എ സ്ട്രേഞ്ച് മാനർ ആൻഡ് ബിക്കം എക്സൈറ്റഡ് ആൻഡ് വയലൻറ്റ്. അതായത് ഒരു എപ്പിലെപ്റ്റിക് അറ്റാക്കിന് ശേഷം പേഷ്യൻ്റ് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള മാനറിൽ ബിഹേവ് ചെയ്യും. ഓക്കെ, ദെൻ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെഡേഷൻ വിത്ത് ഇഞ്ചക്ഷൻ ഡയസിപ്പാം 10 mg IV or luminal 10 mg IV for oral anticonvulsants. പിന്നെ ഹലോപെരിഡോൾ 10 mg IV helps reduce psychotic behavior. ഇനി അടുത്ത് വരുന്നതാണ് അക്യൂട്ട് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം. അതായത് നമ്മുടെ ഈ ആൻറ്റിസൈക്കോട്ടിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകും. ഇതിനെ കളക്റ്റീവ്ലി വിളിക്കുന്നതാണ് എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം, EPS എന്നത്. ഇത് മറ്റൊരു ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ആ ടൈമിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ആ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ സിംറ്റം ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് കൂളിംഗ് ഓഫ് പേഷ്യൻറ്റ്, മെയിൻറ്റെയിനിങ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആൻഡ് ഇൻ്റർകറൻറ്റ് ഇൻഫെക്ഷൻസ്. തുടർച്ചയായിട്ട് വരുന്ന ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡ്രഗ്സ് നോക്കുകയാണെങ്കിൽ മസിൽ സ്റ്റിഫ്നെസ്സിന് വേണ്ടി ഡയസിപ്പാം, പിന്നെ ട്രീറ്റ് മാലിഗ്നൻ്റ് ഹൈപ്പർതേർമിയ ബൈ ഡാൻഷോളിൻ. പിന്നെ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ് എൽഡോപ്പ, ബ്രോമോക്രിപ്റ്റിൻ, അമാൻറ്റഡിൻ ഒക്കെ. ഇനി വരുന്നതാണ് ഡ്രഗ് ടോക്സിറ്റി. അതായത് ഡ്രഗ് ഓവർഡോസ് കാരണം നമ്മുടെ ബോഡിയിലുള്ള ഇത് ഡ്രഗിൻ്റെ അംശം കൂടും ബ്ലഡിലുള്ളത്. ഇത് ആക്സിഡൻറ്റിലാകാം അല്ലെങ്കിൽ സൂയിസൈഡിലാകാം. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻ്റ് ആണ് O2 അഡ്മിനിസ്ട്രേഷൻ, സ്റ്റാർട്ട് IV ലൈൻ, SS ഫോർ കാർഡിയാക് അറിത്മിയാസ്, പിന്നെ ഹീമോഡയാലിസിസിന് റെഫർ ചെയ്യുക, അഡ്മിനിസ്റ്റർ ആൻറ്റികൺവൾസൻസ്. അടുത്ത സൈക്കാട്രിക് എമർജൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഡിസാസ്റ്ററിൻ്റെ വിക്ടിംസ്. Victims of disaster are people who have survived a sudden, unexpected, overwhelming stress. ഇതിൽ വരുന്ന ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എർത്ത് ക്വേക്ക്, ഫ്ലഡ്, റയട്ട് ആൻഡ് ടെററിസം. പിന്നെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഗിൽട്ട്, നംനെസ്, കൺഫ്യൂഷൻ.
അടുത്തതാണ് മാനേജ്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫിസിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് CID, ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് ഡീബ്രീഫിംഗ്. പേഷ്യൻ്റെ ഈ ഒരു ഡിസാസ്റ്റർ വിക്ടിംസിൻ്റെ ഡിസ്കംഫർട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ലെസൺ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ 5 ഫേസസ് ഉണ്ട്: ഫാക്ട്, തോട്ട്, റിയാക്ഷൻ, റീച്ചിങ് ആൻഡ് റീഎൻട്രി. ഇതിൽ ഫാക്ട് ഫേസിലെന്ന് വെച്ചാൽ പേഷ്യൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പെർസെപ്ഷൻ എങ്ങനെയാണ് പെർസീവ് ചെയ്തത് ആ ഒരു ഇൻസിഡൻറ്റ് എന്നാണ് ഇതിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും അവരുടെ പെർസെപ്ഷൻസ് ഷെയർ ചെയ്യും, അവരുടെ കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻസ് അതിനെപ്പറ്റിയുള്ള ഷെയർ ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടി വായിക്കും. പിന്നെ അടുത്തത് തോട്ട് ഫേസ് ആണ്. ഇതിൽ പേഷ്യൻ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത്, പേഴ്സണലി എന്താണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ക്രൈസിസിൻ്റെ ഡിഫറെൻറ്റ് ടൈമിൽ എന്താണ് ഫീൽ ചെയ്തതെന്ന്. പിന്നെ അടുത്തതാണ് റിയാക്ഷൻ ഫേസ്. ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ഇമോഷണൽ ആസ്പെക്റ്റ് ഓഫ് ദി ഇൻസിഡൻറ്റ്. അതായത് ആ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ഏതൊരു പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് പാർട്ടായിട്ട് തോന്നുന്നത്, വേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ പലരും പറയുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് തോന്നി തുടങ്ങും, ഇതൊക്കെ നോർമലായുള്ളൊരു കാര്യമാണ്, അതായത് എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്, തന്നെ പോലെ തന്നെയാണ് ഫീൽ ആയത്, അപ്പോഴേ ഇതൊന്നും വലിയ പറയാവേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. അടുത്തതാണ് ടീച്ചിങ് ഫേസ്. ഇതിൽ സ്പെസിഫിക് കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ സ്ട്രാറ്റജീസ് ആർ ടു റെഡ്യൂസ് ദി സ്ട്രെസ് ആൻഡ് വേ ടു എൻഹാൻസ് ഗ്രൂപ്പ് സപ്പോർട്ട്. അതായത് ഗ്രൂപ്പ് സപ്പോർട്ട് കൂട്ടാനും സ്ട്രെസ് കുറക്കാനും വേണ്ടിയുള്ള പലതരം ടെക്നിക്സ്, സ്ട്രാറ്റജീസ് പഠിപ്പിച്ചു കൊടുക്കും, സ്പിരിച്വലായിട്ട്, ഇമോഷണലായിട്ട്, കോഗ്നിറ്റീവായിട്ട്. ഇനി അടുത്തത് റീഎൻട്രി ഫേസ് ആണ്. ഫെസിലിറ്റേറ്റ് ടു എൻകറേജ് ടു ക്വസ്റ്റ്യൻസ് ആൻഡ് സമ്മറൈസസ് ദി പ്രോസസ്സ്. അതായത് പേഷ്യൻറ്റിനോട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കും. പിന്നെ ആ ഹോൾ പ്രോസസ്സിനെ ഒന്ന് സമ്മറൈസ് ചെയ്യിക്കും. ഫൈനലി ഇൻഡിവിജ്വൽസ് ആ റെഫേർഡ്, ആവശ്യമുണ്ടെങ്കിൽ റെഫർ ചെയ്യും കൂടുതൽ കൗൺസിലിംഗ് സെൻറ്ററിലൊക്കെ. പിന്നെ അടുത്താണ് ഗ്രൂപ്പ് തെറാപ്പി. ഇൻ സെലക്റ്റഡ് കേസസിലാണെങ്കിൽ ബെൻസോഡൈസിപ്പൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഫറൽ ടു മെൻ്റൽ ഹെൽത്ത് സർവീസ് ഇഫ് റിക്വയർഡ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പിന്നെ പേഷ്യൻറ്റിനോട് എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊക്കെയാണ് നോർമൽ റിയാക്ഷനാണ് ടു എൻ അബ്നോർമൽ സിറ്റുവേഷന്. ഒരു അബ്നോർമൽ ആയിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനുള്ള നോർമൽ റിയാക്ഷനാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ പുതിയ പുതിയ കോപ്പിംഗ് സ്ട്രാറ്റജീസ് പഠിപ്പിച്ചു കൊടുക്കുക. അടുത്തത് റേപ്പ് വിക്റ്റിമാണ്. അതായത് ഒരു സ്ത്രീയുടെ സമ്മതത്തോട് കൂടിയല്ലാത്ത സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ എക്യൂട്ട് ഡിസോർഗനൈസേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ സെൽഫ് ബ്ലെയിം, സ്വന്തമായിട്ട് കുറ്റപ്പെടുത്തും, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് വന്നേ, അല്ലെങ്കിൽ എൻ്റെ കാരണമാണ് എന്നൊക്കെ പറയും. ഫിയർ ഓഫ് ബീങ് കിൽഡ്, തന്നെ അവൻ കൊല്ലും. ഫീലിംഗ് ഓഫ് ഡീഗ്രേഡ് ആയ പോലെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്നുള്ള ഫീലിംഗ്, ഞാൻ എല്ലാം നശിച്ചു പോയി എന്നുള്ള ഫീലിംഗ്. ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം ലോസം. ഫീലിംഗ് ഓഫ് ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ. പിന്നെ റിക്കറൻറ്റ് ഇൻട്രൂസീവ് തോട്ട്, പിന്നെ ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടാകും. ലോങ് ടേം സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ PTSD ഉണ്ടാകും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അടുത്തതാണ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് സപ്പോർട്ടീവ് ആയിരിക്കുക, റിയഷ്യൂറിങ്, നോൺ ജഡ്ജ്മെൻറ്റൽ, ജഡ്ജ് ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ നോക്കാൻ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. ഗിവ് മോർണിംഗ് ആഫ്റ്റർ പിൽ ടു പ്രിവെൻറ്റ് എനി പോസിബിൾ പ്രഗ്നൻസി. അതായത് എന്തെങ്കിലും പ്രഗ്നൻസിക്ക് സാധ്യത ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് മോർണിംഗ് ആഫ്റ്റർ പില്ല് കൊടുക്കുക. സെൻഡ് സാമ്പിൾ ഫോർ STD ആൻഡ് HIV ഇൻഫെക്ഷൻ. ഇതൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ള സാമ്പിൾസ് സെൻഡ് ചെയ്യുക. പേഷ്യൻറ്റിനോട് പോസിബിലിറ്റി ഓഫ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ള പോസിബിലിറ്റിയും, സെക്ഷൽ പ്രോബ്ലംസ് ലൈക്ക് വജൈനിസ്മസ്, അനോർഗാസ്മിയ തുടങ്ങിയ ഇതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സൈക്യാട്രിക് എമർജൻസീസിൻ്റെ ഭാഗവും മാനേജ്മെൻറ്റും ഒക്കെ. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, താങ്ക് യു.